അങ്ങനെ പ്രിയയുടെ വർഷത്തിലെ 2 ഔട്ടിങ്ങിൽ 1 ഔട്ടിങ്. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അവർ അനദർ ഹോം വ്ളോഗ്. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്താന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങുന്നത് തന്നെ ഫുഡാണ്. സോ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഹംഗ്രി തോമസ് എന്ന് പറഞ്ഞ ഒരു പേജിൽ ഒരു പ്രീമിയം ഹോം ബേക്കറല്ല കുക്ക് എന്ന് പറഞ്ഞിട്ട് എന്നെ മെസ്സേജ് ചെയ്തായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ പറഞ്ഞ് കുറച്ച് ഫുഡ് അയച്ചു തരാം, പ്ലീസ് ടു ചെക്ക് ഇറ്റ് ഔട്ട്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ പറയാം. സോ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് ഒന്നുമില്ല, ഈ വീഡിയോ പബ്ലിഷ് ആവുകയാണെങ്കിൽ എൻ്റെ അർത്ഥം ഫുഡ് അടിപൊളിയാണെന്നാണ്. സോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ അയച്ചു ചെയ്യുന്നത്, എനിക്ക് കട്ട്ലറ്റ് ഉണ്ടെന്ന് അറിയാം, പിന്നെ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടെന്ന് അറിയാം, പിന്നെ എന്താണെന്ന് ചെക്ക് ചെയ്യണം. സോ ഇതാണ് എനിക്ക് അയച്ചു തന്നത്. എറണാകുളത്ത് തന്നെ ഉള്ളതാണ്. ഞാൻ എന്തായാലും ഇൻസ്റ്റഗ്രാം പേജിൽ ലിങ്കൊക്കെ ഫുഡ് നല്ലതാണെങ്കിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇടാം. സോ ഇങ്ങനെ നല്ല ബോക്സിംഗ് ഒക്കെയാണ്. ഇവിടെ ഇതുപോലെ ബ്രാൻഡിങ് ഒക്കെ ഉണ്ട്. സോ നോക്കട്ടെ. നല്ല പാക്കിംഗ് ആണ്. വാവ്. ആദ്യത്തെ പ്രൊഡക്റ്റിൻ്റെ പേര് ചോക്ലേറ്റ് തെറാപ്പി. ലിറ്ററലി എനിക്കൊരു തെറാപ്പിയുടെ ആവശ്യമുണ്ട്. വാവ്. സോൾട്ടഡ് ആൽമണ്ട് ഗീ കേക്ക്. നൈസ്. ഇതെന്താ? ചോക്കോ ചിപ്പ് ബനാന ബ്രെഡ്. ഇതൊക്കെ നാട്ടിൽ കിട്ടാൻ കുറച്ച് പാടുള്ള ഒരു കാര്യമാണ്. ആൽമണ്ട് കേക്ക് കിട്ടും, ഗീ കേക്ക് കിട്ടും, പക്ഷേ സോൾട്ടഡ് ആൽമണ്ട് കേക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മൾട്ടിപ്പിൾ ഫ്ലേവേഴ്സ് വരുമല്ലോ. സോ ഇത് അടുത്തത്. വാവ്, ഇതെന്താ? വോംത്ത് സോസ്. ഓ, ഇത് ചോക്ലേറ്റ് തെറാപ്പിയുടെ സോസാണ്. ഇത് നമ്മൾ ഇതുപോലെ വാം അപ്പ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. കൊള്ളാമല്ലോ, ഇത് പൊളിക്കും ഞാൻ. ആൻഡ് സം നല്ല പാക്കിംഗ് അല്ലേ? ഹൗ ക്യൂട്ട് ഇസ് ദ പാക്കിംഗ്. ബീഫ് കട്ട്ലറ്റ്, ഡേറ്റ് വരെ എഴുതിയിട്ടുണ്ട്, പാക്കേജ് ചെയ്തത്, പ്രൊഡ്യൂസ് ചെയ്ത ഡേറ്റ്. ആ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് വലുതായിട്ട് തോന്നില്ല, പക്ഷെ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളാണ് ഫുഡിനോടുള്ള പാഷനുള്ളവർ ചെയ്യുന്ന ഡിഫറൻസ്. ഡേറ്റും അല്ലെങ്കിൽ പാക്കേജിങ്ങിലും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ. അപ്പോൾ ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ആദ്യമേ തന്നെ കട്ട്ലറ്റ് കഴിക്കാൻ കൊതി വരുന്നുണ്ട് ആർക്കെങ്കിലും? സ്മെൽസ് ഓഫ് ഇടിച്ച ബീഫിൻ്റെ ടേസ്റ്റ്, ഇടിയിറച്ചിയില്ല, ആ ബീഫിൻ്റെ ടേസ്റ്റ്. ഓ മൈ ഗോഡ്. ഇറ്റ് ഈസ് ഫുൾ ഓഫ് സം അമേസിങ് ബീഫ് ആൻഡ് പൊട്ടാറ്റോസ്. വേറെ ഒണിയൻസും കാണുമായിരിക്കും. ലൈറ്റ് പെപ്പറി, വളരെ നോർമൽ ആയിട്ടുള്ള മസാല. ചെറിയൊരു സ്പൈസ് വരുന്നുണ്ട്. ഇന്ന് പെപ്പർ എന്നുള്ള സ്പൈസ് തന്നെയായിരിക്കും. ബീഫ് ലവേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി ഗ്യാരണ്ടി ചെയ്യാം. ഇത് സ്പോൺസേർഡ് ഒന്നുമല്ല കേട്ടോ, ബിക്കോസ് ഇറ്റ് ഇസ് സോ ഗുഡ്. ഒന്ന് ഓർഡർ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ബീഫ് കട്ട്ലറ്റ് ഇഷ്ടമാണെങ്കിൽ. ആരും പൊട്ടയാന്നേ പറയില്ല. ഗ്രീൻ ചില്ലീസും ഉണ്ട്. ഇറ്റ്സ് റിയലി അമേസിങ്. അടുത്തത് ഇത് കണ്ട, ഇതിൻ്റെ ഗ്ലേസിങ് കണ്ട. ഇത് മറ്റേ ചോക്കോ ചിപ്പ് ബനാന ബ്രെഡാണ്. എനിക്ക് വാൾനട്ട് ബ്രെഡ്, ബനാന ബ്രെഡ് ഭയങ്കര ഇഷ്ടമാണ്. ലുക്ക് അറ്റ് ദിസ് ഗ്ലേസിങ്. എൻ്റെ സ്കിൻ പോലെ തന്നെ ഇല്ലേ തിളക്കം. ഊഫ്. നോക്കട്ടെ. ഇത് ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ. ഇറ്റ്സ് മോയിസ്റ്റ്, ഇറ്റ് സ്മെൽസ് ഹെവൻലി. നോക്ക്. Oh my god. You can literally have the bite of the banana. It is so moist. ഇത് പക്ഷെ ഇത് സ്ലൈസ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് അറിയില്ല, കാരണം അങ്ങനെ വരുമെന്ന് അറിയില്ല. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ തിക്ക് ബ്രെഡ് പുഡിംഗ്.
It's rich, it's dense, it's intense. Perfect banana flavor on your first നിൽക്കുന്നത്. You can taste some pure butter and then choco chip just to have a chocolatey ഒരു ടേസ്റ്റ് വരാനായിട്ട്. ഇതൊക്കെ ശരിക്കും നല്ല പ്രീമിയം ബേക്കറീസിൽ യൂറോപ്പിലൊക്കെ സെർവ് ചെയ്താലും ഇറ്റ് വോണ്ട് ബി ഔട്ട് ഓഫ് പ്ലേസ്. ഹൂസ് ദിസ് തോമസ് പേഴ്സൺ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പുള്ളീനെ. അടിപൊളി ചെയ്തിട്ടുണ്ട്. അടുത്ത പറ്റുമെങ്കിൽ നമ്മുടെ കൊച്ചിയിലെ എക്സിബിഷന് ഇൻവൈറ്റ് ചെയ്യണം. ഇറ്റ്സ് ദാറ്റ് ഗുഡ്. പീപ്പിൾ ഡിസേർവ് ടു ടേസ്റ്റ് ഓൾ ദിസ്. ഇത് ആൽമണ്ട് സോൾട്ടഡ് ആൽമണ്ട് കേക്ക്. ഇത് ആക്ച്വലി അത്രയും ഡെൻസ് ഒന്നുമല്ല. ഗീൻ്റെ നല്ല മണമുണ്ട്. ഓ, ചെറിയ ഒരു സോൾട്ടിനെസേ ഉള്ളൂ, വിച്ച് ഇസ് പെർഫെക്റ്റ്ലി ബാലൻസിങ്. പക്ഷേ ഇത് കഴിച്ചുകൊണ്ടാണോ എന്നറിയില്ല, ഇത് കുറച്ചും കൂടെ എനിക്ക് ഡ്രൈ ആയിട്ടാണ് തോന്നുന്നത്. ഫ്ലേവർ വൈസ് ഇറ്റ്സ് അമേസിങ്. കുറച്ച് ഡ്രൈ, മേ ബി ഇറ്റ്സ് സപ്പോസ് ടു ബി ലൈക്ക് ദാറ്റ്. പക്ഷെ ഗീൻ്റെ ഫ്ലേവറും ആ സോൾട്ട് ഉള്ളതാണ് ഇതിൻ്റെ ട്വിസ്റ്റ് വരുന്നത്. ഇനി നമുക്ക് മറ്റേ സോസും കൂടെ ചൂടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ ലുക്ക് അറ്റ് ദിസ്. ഇറ്റ്സ് പ്യുവർ ഡാർക്ക് ഇൻ്റലിജൻസ് ആയിട്ടാണ് തോന്നുന്നത്. സോ ഇതാദ്യമേ ഞാൻ സോസ് ഫുള്ളായിട്ടൊന്നും ചൂടാക്കുന്നില്ല, കുറച്ച് ചൂടാക്കിയിട്ട് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ച് കഴിച്ചു നോക്കാം. സോ നൈസ് നോ. കൊക്കോൻ്റെ സ്മെല്ല്, ചോക്ലേറ്റിൻ്റെ അല്ല കൊക്കോൻ്റെ സ്മെല്ല്. ഓക്കെ, സോസ് ഞാൻ ശരിക്കും ഇത്രയൊന്നും ആവശ്യമില്ലാന്ന് തോന്നുന്നു ഞാൻ എടുക്കാൻ പോകുന്ന പോർഷന്. പക്ഷേ ചോക്ലേറ്റ് സോസ് അല്ലേ ഇത്. ആക്ച്വലി ഒരു കണ്ടൻസ് മിൽക്ക് ആൻഡ് മിൽക്ക് ചോക്ലേറ്റ് മിക്സ്. മേ ബി നോട്ട് ടു മേക്ക് ഇറ്റ് ടു ഡാർക്ക്, അത്രയും ഡാർക്ക് ആവാതിരിക്കാനായിരിക്കും. ഫോർക്കോടൊപ്പം. സോ ദിസ് ഇസ് ഓൾസോ വെരി മോയിസ്റ്റ് കേട്ടാ. സോ ദിസ് ഇസ് എ കേക്ക്. ദേ പോയി താഴെ പ്ലേറ്റ് ഉണ്ട്. സോ ഇത് കുറച്ച് സോസ് ഒന്ന് ഒഴിക്കട്ടെ. ആഹാ, ആ ചൂട് നോക്ക്. ഓവർ ഹീറ്റായി എന്ന് തോന്നുന്നു. ബട്ട് ഇത്രയും സോസ് മതി. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. ഇനി ഇങ്ങനെ സ്ലൈസ് ചെയ്ത് കുറച്ച് ആളായല്ലോ എല്ലാവരും അതിന് കൊതിപ്പിച്ചിട്ട്. ഓഫ്, സാധാരണ ഒന്നില്ലെങ്കിൽ സോസ് ഇസ് ദ ഹൈലൈറ്റ് അല്ലെങ്കിൽ കേക്ക് ഇസ് ദ ഹൈലൈറ്റ് എന്ന് പറയില്ലേ, ഇതാ അതല്ല പറയണ്ടേ. കുറച്ച് ക്രിഞ്ച് ഡയലോഗ് എന്നാലും കേട്ടോ. ഈ കേക്ക് ശരിക്കും സോസിനോട് പറയണം, മറ്റേ യു കംപ്ലീറ്റ് മീന്ന്. അത്രയും പെർഫെക്റ്റ് മാച്ച്. ഇറ്റ്സ് എ പെർഫെക്റ്റ്. ഇതൊക്കെ ബാലൻസിങ്ങിൻ്റെ കളിയാണ്. ഓവർ സ്വീറ്റ്നെസ് ആവരുത്, ഓവർ ചോക്ലേറ്റ് ആവരുത്. വെറുതെ കുറേ ചോക്ലേറ്റ് സോസും കുറേ ഡാർക്ക് കൊക്കോയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ ഒരു കോമ്പിനേഷനിലാണ്. ഇത് ആ പെർഫെക്റ്റ് മിൽക്ക് ബാലൻസിങ്ങും ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കേക്കും ഇത് ഡീസെൻ്റ്ലി മോയിസ്റ്റ് ആണ്. സോസ് ഒഴിക്കുമ്പോൾ കുതിർന്നു പോകുന്നില്ല. ടെക്സ്ചർ എവറിത്തിങ് ഇറ്റ്സ് മെയിൻറ്റെയിനിങ്. പ്ലീസ് ഗൈസ്, നിങ്ങൾ കൊച്ചിയിലുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ സപ്പോർട്ട് ഹംഗ്രി തോമസ്. ഇറ്റ്സ് അമേസിങ്. ഐ തിങ്ക് സോ. ദ ഹംഗ്രി തോമസ്. ഞാൻ വാട്സാപ്പ് നമ്പറും ഇൻസ്റ്റാഗ്രാം പേജും കൊടുക്കാവേ. ഷുവർലി യു ഗൈസ് വിൽ നോട്ട് കംപ്ലെയിൻ. അത്രയും നല്ല ക്വാളിറ്റി ഓഫ് ഇൻഗ്രീഡിയൻസ്. ഇതൊക്കെ ചിലപ്പോൾ എൻ്റെ പകുതി വിലയ്ക്ക് കിട്ടുമായിരിക്കും. ഐ ഡോണ്ട് നോ കേട്ടോ, എനിക്ക് പ്രൈസ് അറിയില്ല. പക്ഷേ ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് ക്വാളിറ്റി വാല്യൂ ചെയ്യുന്നവർക്ക് വിൽ അണ്ടർസ്റ്റാൻഡ്. പിന്നെ കഴിക്കുമ്പോൾ നല്ല സാധനങ്ങൾ, നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ എപ്പോഴും ട്രൈ ടു പുട്ട് ഇറ്റ് ഇൻ അവർ സ്റ്റൊമക്ക്. എന്തായാലും കാലറീസ് കഴിക്കണം, അപ്പോൾ നല്ല സാധനങ്ങൾ കഴിക്കണ്ട. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക്. ഓക്കെ, സോ ഗൈസ്, അടിപൊളിയായിരുന്നേ.
ഫുഡൊക്കെ. പക്ഷെ ഇനിയും ഫുഡ് കഴിക്കാതെ പോകത്തെ, കാരണം ഞാൻ അറിഞ്ഞില്ല പ്രിയയുടെ ഒരു ക്ലോസ് ഫ്രണ്ട്, എൻ്റെ അറിവിൽ പ്രിയയ്ക്ക് ആക്ച്വലി 2 ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്, ഒന്ന് ഈവയും ഒന്ന് നീത്തും. സോ നീത്ത് ഇവിടെ വന്നിട്ടുണ്ട്. സോ നീത്തുവിനെ കാണാൻ പോകണം എന്ന് പറഞ്ഞ് വിളിച്ചു. ഞാനാണെങ്കിൽ ഭാഗ്യത്തിൽ ഏതായാലും ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്തോളൂ, അധികം കഴിച്ചില്ലല്ലോ, അഭിപ്രായം പറയാൻ വേണ്ടി ടേസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു പുതിയ കഫേ ഞാൻ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫുഡ് എങ്ങനെയുണ്ടെന്നോ ഒരു ഐഡിയ ഇല്ല, ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് നല്ല ആംബിയൻസ് ആണ്. അപ്പോൾ അടുത്ത പരിപാടി അവിടെ പോയി കുറച്ചുകൂടെ ഫുഡ് അടി. ഇന്ന് ഫുൾ ഫുഡായി പോയല്ലേ. ഇതൊന്നും പ്ലാൻഡ് അല്ല കേട്ടോ, വ്ളോഗിന് വേണ്ടി പ്ലാൻഡേ അല്ല, ഡെയിലി സംഭവിക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ഇടുക. അങ്ങനെ പ്രിയയുടെ വർഷത്തിലെ 2 ഔട്ടിങ്ങിൽ ഒരു ഔട്ടിങ് കൊച്ചിയിലല്ല, എന്റെ കൂടെ അല്ലാത്തൊരു ഔട്ടിങ്. വർഷത്തിൽ 2 ഔട്ടിങ്ങേ ഉള്ളു കേട്ടാ. ഒന്ന് നീത്തു ഭീമ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് വരുമ്പോ, ഒന്ന് ഇവ പവിത്രൻ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് വരുമ്പോ. അവര് വർഷത്തിൽ ഒരു തവണ വരും രണ്ടുപേരും. അപ്പൊ പ്രിയയുടെ ഒരു ഔട്ടിംഗ് ഉണ്ട്. അതാണ് ടോട്ടൽ ഒരു വർഷത്തിൽ 2 ഔട്ടിങ്ങേ ഉള്ളു പ്രിയക്ക്. ആ പക്ഷെ അതിന് തന്നെ കൂട്ടി വിളിക്കും. കാരണം അവർക്ക് എന്നെയാണ് കൂടുതൽ ഇഷ്ടം പ്രിയനെയും കാട്ടി. അതാണ് സംഭവം. പ്രിയയുടെ കൂടെ ഇരുന്ന ബോറടിക്കും എന്ന് പറഞ്ഞാൽ എന്നെയും കൂടെ വിളിക്കും. അപ്പൊ ഇവിടെ ഒരു പുതിയ കഫേ ഉണ്ട്. ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കുക ഒരു കഫേ വല്ലതും തുടങ്ങാൻ വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്യുക. ഭയങ്കര തിരക്കായിരിക്കും. അപ്പൊ എന്താ ലോവ കഫേ, ഇവിടെയാണ് നമ്മുടെ മീറ്റപ്പ് വരുന്നത്. നല്ല രസമുണ്ട് കണ്ടിട്ട്. 3 ഫ്ലോർ അവരെടുത്തിരിക്കുന്നത്. ഭയങ്കര ഫുള്ളാണ് സ്ഥലം കണ്ടിട്ട്. ഇത്രയും കാർ പാർക്കിംഗ് ഇവർക്ക് കുറവാണ്, പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട്. എനിക്ക് കൊച്ചിയിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ഔട്ട്ഡോർ ഉള്ള ഒരു കഫേ ഞാൻ കണ്ടിട്ടില്ല, ഇത്രയും വലുതായിട്ട്. മുകളിൽ കുപ്പിയുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ, പെയിന്റിങ്ങും ഒക്കെ വെച്ച്. ഇവിടെ സോഫ്റ്റ് ലോഞ്ച് മെനു ആണ്. അതുപോലെ തന്നെ മുകളിലാകുമ്പോൾ നമുക്ക് ക്രിക്കറ്റ് ഒക്കെ കാണാനുള്ള സൗകര്യമുണ്ട്. കുറച്ച് ഐറ്റംസേ ഉള്ളൂ. സാൻഡ്വിച്ച് ഉണ്ട്, ജാപ്പനീസ് സാൻഡ്വിച്ച് ഉണ്ട്, ഞാൻ അത് തൽക്കാലത്തേക്ക് പറഞ്ഞു. പിന്നെ കുറച്ച് എഗ്സ്, സാലഡ്സ്, സ്മൂത്തി ബോൾസ്, ബഫലോ വിങ്സ്, എല്ലാം നമ്മുടെ ഒരു ഇന്റർനാഷണൽ ക്യൂസീൻ പോലെയാണ് വരുന്നത്. റീസണബിൾ റേറ്റ് ആണ്. അപ്പോൾ അതിനിട്ട് ഇനിയിപ്പോൾ നീത്തും കൂടെ വന്നിട്ട് ബാക്കിയുള്ളതൊക്കെ പറയാം. സ്റ്റാർട്ടറായിട്ടൊന്നും പറഞ്ഞില്ല. ഈ മെനുവിലൊരു ഇൻട്രസ്റ്റിംഗ് ഐറ്റം കണ്ടത് ഞാൻ സ്റ്റാർട്ടറായിട്ട് പറഞ്ഞു. ഇതൊരു കാട്സു സാൻഡ്വിച്ച് ആണ്. പ്രിയ ബ്രെഡിൻ്റെ സൈസ് കണ്ടിട്ട് ഒരു ടെൻഷനായി. സോ ഇത് ആക്ച്വലി ഒരു ജാപ്പനീസ് പോലെ ഫ്രൈഡ് ചിക്കൻ, കുറച്ച് കോൾഡ് സ്ലോ, ദെൻ നല്ല തിക്ക് ഫ്രഷ് ഹോം മെയ്ഡ് ബ്രെഡ്. കഴിച്ചോ സ്റ്റാർട്ടർ? നീത്തു വന്ന് ശരിയാക്കിക്കോളൂ. ഇത് അടിപൊളിയാണ്. നമ്മുടെ ആ ഫ്രൈഡ് ചിക്കൻ്റെ കാട്ടി കൂടുതൽ ഫ്ലേവർ സത്യം പറഞ്ഞാൽ വരുന്നത് ഇതിൻ്റെ കോൾഡ് സ്ലോൻ്റെ. ഒരുപാട് മയണീസൊന്നും ഇല്ല, നല്ല ഫ്രഷ് ആണ്. നല്ല ടോസ്റ്റഡ് ബ്രെഡും അടിപൊളിയാണ്. നന്നായി ഫ്രൈ ആയിട്ടുണ്ട് ചിക്കൻ. ശരിക്കും ഒരു കാട്സു ചിക്കൻ തന്നെ. രാത്രി ഇരുന്ന് കുറച്ച് നേരം ദൃശ്യം കണ്ട് പ്രിയ ഉറങ്ങിപ്പോയി. അല്ല, പ്രിയ ഞാൻ ലേറ്റ് ആയതുകൊണ്ട് ഞാനും പ്രിയം പറഞ്ഞു നിർത്താമെന്ന്. എന്നിട്ട് ഞാൻ അപ്പുറത്തെ റൂമിലാണ് പോയി കിടന്നത്. അപ്പം ഞാൻ ഫുള്ള് കണ്ടു. എന്നിട്ട് പ്രിയക്ക് ഇപ്പോഴും അറിയില്ല ആ മൂത്ത മോളെല്ലാം പറഞ്ഞു എന്ന്. മൂത്ത മോളാണ് എല്ലാം പറഞ്ഞു കൊടുത്തത്. മൂത്ത മോളെല്ലാം കളഞ്ഞെന്ന്. നീത്തുനെ എല്ലാവർക്കും അറിയാലോ. ഞാൻ പറയാം, പ്രിയക്ക് വർഷത്തില് 2 ഔട്ടിംഗ് ആണ്. ഒരു വർഷത്തില് 2 ഔട്ടിംഗ്. ഒന്ന് നീത്തു വരുമ്പോ വർഷത്തിൽ ഒരു തവണ, പിന്നെ വേറെ ഒന്ന് ഈവ എന്ന് പറഞ്ഞൊരു കുട്ടി വരുമ്പോ. 2 ഔട്ടിങ്ങേ ഉള്ളൂ പ്രിയക്ക്. ഫസ്റ്റ് ഡിഷ് ജാസ്മിൻ റൈസും തായ് റെഡ് കറിയാണ്. നമ്മൾ ആക്ച്വലി തായ്ലൻഡിൽ പോവായിരുന്നായിരുന്നു ഒരുമിച്ച്. നീത്തു ഫാമിലി, നമ്മളും നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ട്. പക്ഷെ മഴയും പ്രിൻസസ് മരിച്ചുകൊണ്ട് നമ്മൾ പക്ഷെ ക്യാൻസൽ ചെയ്ത് നന്നായി. ഇനി നമുക്ക് ഒക്ടോബറിൽ പോവും ഒരുമിച്ച് അല്ലേ? കൊള്ളാമോ അത്? ഓക്കെ ഗൈസ്, സോ ഞങ്ങൾ സംസാരിച്ചിരുന്ന് അധികം വീഡിയോ ഒന്നും എടുത്തില്ല. ഭയങ്കര രസമായിട്ട് സംസാരമായിരുന്നു കേട്ടോ, ഒന്നും പറയാൻ പറ്റില്ല വെളിയിൽ. നീത്തത് കാണാൻ ചിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡ് കുഴപ്പമില്ലായിരുന്നു, നല്ല ഫുഡായിരുന്നു. സോഫ്റ്റ് ലോഞ്ച് പെയിൻ, സോ അത്ര ഐറ്റംസ് ഒന്നും വന്നിട്ടില്ല, പക്ഷേ ഉള്ള സാധനങ്ങളൊക്കെ നല്ലായിരുന്നു. ഐ തിങ്ക് ദിസ് വിൽ ബി എ ഗുഡ് സക്സസ്ഫുൾ പ്ലേസ് ആയിരിക്കും. നല്ല ആംബിയൻസാണ്, നല്ല സ്റ്റാഫാണ്, ഡ്രിങ്ക്സ് ഒക്കെ ഒരുപാടുണ്ട്. ആൻഡ് ഡ്രിങ്ക്സിനൊന്നും വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. സോ ഐ തിങ്ക് സോ ദ ക്വാളിറ്റി എല്ലാം കൂടെ കൊണ്ട് ഈ സ്ഥലം നല്ലതായിരിക്കും. അപ്പോൾ ഇനി കാരവനിങ് കൂടെ പോകണം. നീത്തു എല്ലാ ദിവസവും പോകുന്നതാണ്, എന്നാലും ഒന്നും കൂടെ പോകാമെന്ന് പറഞ്ഞ് കാരവൻ ഐസ്ക്രീം പാർലറിലേക്ക് പോവാണ്. ഇത് നോക്ക്, നമ്മൾ ഓൾറെഡി അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരവനിൽ. എന്നിട്ട് ഇവർ ഇവിടെ റോഡിൽ നിന്ന് സംസാരിക്കുക. എന്താ അങ്ങനെ?
അടുത്ത സ്ഥലത്തേക്കാ പോകുന്നത്. പിന്നെന്താ ഇത്ര സംസാരം റോഡിൽ നിന്ന്? ഇപ്പൊ ഞങ്ങളുടെ നൈറ്റ് അവസാനിക്കാനായിട്ട് നമ്മൾ വന്നിരിക്കുന്ന കാരവനാണ്. കാരവനെ കുറിച്ച് പിന്നെ പറയണ്ടല്ലോ, വരാത്തവര് എറണാകുളത്ത് വന്ന മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഹെറിറ്റേജ്. ഇപ്പോൾ ഓരോ സ്ഥലത്തുണ്ടല്ലോ, ഇപ്പോൾ കാലിക്കറ്റ് പാരഗണും തൃശ്ശൂരിൽ എന്താ മറ്റൊരു ഭാരത് ഹോട്ടൽ അങ്ങനെ ഏതോ ഒരെണ്ണം ഇല്ലേ, അതുപോലത്തെ അങ്ങനെ ഓരോ ബുഹാരി ഹോട്ടൽ ട്രിവാൻഡ്രത്തെ, അതുപോലത്തെ കാരവൻ നമ്മുടെ ഒരു മസ്റ്റ് ട്രൈ ആണ്. ഔട്ട് സ്റ്റാൻഡിങ് ഐസ്ക്രീമാണ്. ഇവരുടെ ജെല്ലി, ഫലൂഡ എല്ലാം അടിപൊളിയാണ്. അവർക്ക് അവരവരുടെ ആയിട്ടുള്ള ഫേവറേറ്റ് ഐറ്റംസ് ഉണ്ട്. എൻ്റെ ചോക്ലേറ്റ് സൺഡേ, പ്രിയയുടെ ഫ്രൂട്ട് സാലഡ് വിത്ത് ഐസ്ക്രീം, നീത്തുവിന്റെ ഫലൂഡ, ഫ്രൂട്ട് സാലഡ് അല്ല ജെല്ലി വിത്ത് ഐസ്ക്രീം, ഉള്ളി ജെല്ലി, നീത്തുവിന്റെ ഉള്ളി ഫലൂഡ. ഇതെല്ലാം ഇവരുടെ വർഷങ്ങളായിട്ടുള്ള റെഗുലർ സാധനങ്ങളാണ്. ഇവിടെ ഉണ്ട്, ബെനൂലുണ്ട്. നട്ട്സ് നമുക്ക് ആഡും ചെയ്യാം എക്സ്ട്രാ. ഇതാണോ സ്മോള്? നോസ്റ്റാൾജിയ മെമ്മറീസ് എല്ലാവർക്കും. ഇത്രയും അറിയോ? 11 മണിയായി. നിങ്ങളുടെ വാചകം കേട്ടോണ്ട് ഞാൻ എന്നെ വേണം സമ്മതിക്കാൻ. ഇപ്പൊ മനസ്സിലായി ഞാൻ അന്തുവും ജെഫ്രും പോകുമ്പോ എന്താ വരാൻ ലേറ്റ് ആവുന്നത്. ഞങ്ങൾക്ക് സംസാരിച്ച് തീർന്നിട്ടില്ല. ഞങ്ങളുടെയും തീരാറില്ല. 11 വർഷമായിട്ട് തീർന്നിട്ടില്ല. എല്ലാ ദിവസവും ഇപ്പൊ കാണാറില്ല. പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാറുണ്ട്. അങ്ങനെയാണ് ഫ്രണ്ട്സിനെ കിട്ടിയ. ഓക്കെ, സോ കാരവനിൽ വെച്ച് തന്നെ നമ്മൾ ബൈ പറയുവാണ്. ഒരു അടിപൊളി വീക്കെൻഡിന്റെ തുടക്കമായിരുന്നു ഔട്ടിങ്. ഈവ വന്നാലേ ഇനി അടുത്ത ഔട്ടിങ് ഉള്ളു. വീക്കെൻഡ് ആയിട്ട് ചില്ലൗട്ട് ചെയ്യണം. ചില്ലൗട്ട്. നാളെ രാവിലെ നമുക്ക് കറങ്ങാൻ പോണം. ഒരു അടിപൊളി മീറ്റപ്പ് ആയിരുന്നു. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ എന്ത് ഫുഡ് എല്ലാം അടിപൊളിയായിരുന്നു. നീത്തുന്ന ഒരു സ്പെഷ്യൽ താങ്ക്സ്. കാരണം എനിക്ക് പ്രിയക്ക് ഒന്നും കൊടുത്തില്ല കേട്ടോ, പക്ഷെ എനിക്ക് ദുബായ് ഗാലക്സിയുടെ ചോക്ലേറ്റ് കൊണ്ടുവന്നു. എന്ത്? ഓ, അത് ഞാൻ അറിഞ്ഞില്ല കേട്ടാ. എന്നാലും നമ്മൾ ഓർത്ത് കൊണ്ടുവന്നല്ലോ. സോ എന്തായാലും ഇത് കഴിച്ചിട്ടുള്ള ഒരു കമന്റ് ചെയ്യാം. കുനാഫ ചോക്ലേറ്റ് ആണ് ഗാലക്സിയുടെ. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ദുബായിലേ കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ, സോ എന്തായാലും നാളെ വേറൊരു നല്ല വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.